Hello everyone. So in this video, I'm going to talk about IELTS, ഒരു IELTS orientation. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. There are many things you should know about IELTS test, but still, I'm just going to brief out the main idea. So let me begin with the full form of IELTS. IELTS in its full form stands for the International English Language Testing System, an English language proficiency test developed and run by the British Council in partnership with IDP Education and Cambridge Assessment English. So IELTS system is highly regarded and widely recognized as the world's most popular English language proficiency test for higher education and global migration. So നമുക്ക് 4 modules ആണ് IELTS വരുന്നത്. Listening, reading, writing, and speaking. ഈ ഒരു order തന്നെയാണ്. ആദ്യം listening, then reading, then writing, then speaking. So listening, why they are arranging or why they have arranged for this listening test to see how well you understand ideas, recognize opinions, and follow the development of an argument. Reading, to see how well you read for general sense, main ideas and details, and whether you understand the author's inferences and opinions. Writing, to see how well and how accurately you write a response, organize your ideas, and use wide-ranging vocabulary and grammar. And finally, speaking, to see how well you can communicate opinions and information on everyday topics and common experiences and express and justify your opinions. ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം. അതിനു മുൻപ് 2 വേർഷൻ ഉണ്ട് IELTS ടെസ്റ്റിന്, അക്കാഡമിക് വേർഷൻ ആൻഡ് ജനറൽ വേർഷൻ. So academic എന്ന് പറയുന്നത് to designed to measure your English language proficiency and to assess if it is suitable for an academic environment. So ഇപ്പം നമ്മൾ റെഡി ആണോ അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് റെഡി ആണോ എന്നുള്ളതും കൂടെ നോക്കുന്ന ഒരു ഇതാണ് അക്കാഡമിക്. ആൻഡ് ജനറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ എ പ്രാക്ടിക്കൽ എവറിഡേ കോണ്ടെക്സ്റ്റ്. സോ അത് റിഫ്ലക്ട് ചെയ്യുന്നത് വർക്ക് പ്ലേസ് ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസിലാണ്. സോ ഈ ഏതാണ് നമുക്ക് റൈറ്റ് എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഗോൾ, വെദർ യു are going for study or you are going for work in your chosen country. So you need to know whether you have to go for academic or general. So academic എന്ന് പറയുമ്പോൾ ഇപ്പം PG ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ അക്കാഡമിക് ആണ് നമുക്ക് വേണ്ടത്, ഒരു വർക്കിംഗ് അക്കാഡമിക് ആണ്, പിന്നെയാണ് ജനറൽ. സോ രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട്, ഓഫ് കോഴ്സ് വ്യത്യാസങ്ങളുണ്ട്. But anyway, we have to know whether we have to go for academic or general training. സോ ഈ 4 മോഡ്യൂൾസ് ആണ് നമുക്കുള്ളത്, ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 40 minutes ആണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്, 40 minutes. 4 സെക്ഷൻസ് ആണ്, 4 സെക്ഷൻസ് ആൻഡ് 40 questions ആണ്. സോ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് 40. അപ്പൊ ഈ ലിസ്ണിംഗിൽ 4 സെക്ഷൻസ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ലിസ്ണിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഓഡിയോ കേൾക്കുന്നു, അവര് 4 ഓഡിയോസ് നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾപ്പിക്കും. അതിന് ആ ഒരു കേട്ട ഓഡിയോന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. സോ ആദ്യത്തെ പാർട്ട് 1 ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ ആയിരിക്കും, കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 സ്പീക്കേഴ്സ്. ഒരു എവറിഡേ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിരിക്കും, നമുക്ക് എന്തും പ്രതീക്ഷിക്കുക ഒരു കോമൺ കോൺവെർസേഷൻസ് ആയിരിക്കും ഫസ്റ്റ് ഓഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സെക്കൻഡ് ഓഡിയോ എന്ന് പറയുമ്പോൾ കോൺവെർസേഷൻ അല്ല, ഒരൊറ്റ ആള് സംസാരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നൊക്കെ ആയിരിക്കും. 1, 2 ഈ പാർട്ട് 2 പാർട്സും യൂഷ്വലി എളുപ്പം ആണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ബിക്കോസ് അവർ പ്ലേ ചെയ്യുന്ന ആ ഒരു ഓഡിയോ വലിയ സ്പീഡിലൊന്നും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്പീഡായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല മെയിൻ പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് കൺസിഡർ ടു ബി ഈസി കമ്പയർ ടു ദ ലാസ്റ്റ് 2 സെക്ഷൻസ്. ആൻഡ് പാർട്ട് 3 അഗെയിൻ ഒരു കോൺവെർസേഷൻ ആണ്, ബട്ട് ഇത് 2 പേരടങ്ങുന്ന കോൺവെർസേഷൻ അല്ല, മോർ ദാൻ 2 സ്പീക്കേഴ്സ്. ആൻഡ് പാർട്ട് 3 and 4 ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസ് ആണ്. So which is why it may sound difficult to you, because they are going to talk about studies or education. അതാണ് മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ
സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് പാർട്ട് 4 അഗെയിൻ വൺ പേഴ്സൺ സ്പീക്സ് ആണ്. ചിലപ്പോൾ ഒരു ലെക്ചറർ ആയിരിക്കാം, ഒരു ലെക്ചർ ആയിരിക്കാം അബൌട്ട് എ ടോപ്പിക് or a speech about a topic. Of course, it's related to educational field or education in common. ഇപ്പോൾ പാർട്ട് 3 പാർട്ട് 4 കുറച്ചും കൂടെ സ്പീഡ് കൂടുതലായിരിക്കും, അഡ്വാൻസ്ഡ് വൊക്കാബുലറി ആയിരിക്കും. പാർട്ട് 1 പാർട്ട് 2 സിമ്പിൾ വൊക്കാബുലറി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ്. ബട്ട് പാർട്ട് 3 പാർട്ട് 4 വരുമ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കും വൊക്കാബുലറി ഒക്കെ. സോ യു മേ ഫീൽ ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്. ആൻഡ് അവർ ഒരു വട്ടമേ നമുക്ക് ആ ഓഡിയോ പ്ലേ ചെയ്യുന്നുള്ളൂ. സോ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇറ്റ് എഫക്ട്സ് ആർ ആൻസർ ഓഫ് കോഴ്സ്. സോ ഓരോ സെക്ഷനിലും 10 ക്വസ്റ്റ്യൻസ് വീതമാണ്. ആദ്യത്തെ ഓഡിയോ കഴിഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻസ്, അതിനെ റിലേറ്റ് ചെയ്തുള്ള 10 ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ അഗെയിൻ 10, again 10, again 10. So overall 40 questions ഉണ്ടായിരിക്കും and the total duration is 40 minutes. അതാണ് ലിസ്ണിംഗിൽ. This is just an orientation, so I'm just briefing out, squeezing all the points. Reading. Again, reading എന്ന് പറയുന്നത് 60 minutes ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ. റീഡിംഗ് റൈറ്റിംഗ് 60 minutes എടുക്കുന്നുണ്ട്. റീഡിംഗ് അഗെയിൻ 3 sections ആണ്. സോ ലിസ്ണിംഗ് 4 sections ഉണ്ടെങ്കിൽ റീഡിംഗിലേക്ക് വരുമ്പോൾ 3 sections. ബട്ട് അഗെയിൻ 40 questions ആയിരിക്കും വരുന്നത്. 40 questions ഉണ്ട്. 3 sections എന്ന് ഉദ്ദേശിക്കുന്നത് 3 ടെക്സ്റ്റുകളാണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞ് 3 sections ഉണ്ടായിരിക്കും. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള 40 questions. സോ ഇത് പാരഗ്രാഫ് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് വിഷ്വലി അവർ കാണിച്ചിട്ടുണ്ടായിരിക്കാം. ആൻഡ് it's not going to be easy, everyone, because you need to read and understand everything. സോ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ലെങ്ത് ഉള്ള ഇതൊക്കെ തരാം. ആൻഡ് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ലിസ്ണിംഗ് പോലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ റീഡിംഗിൽ അവർ തരുന്നില്ല. വി ക്യാൻ എക്സ്പെക്ട് എനിത്തിങ് അണ്ടർ ദ സ്കൈ. സോ ഈ ലിസ്ണിംഗ് റീഡിംഗ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് എന്ന് പറയാം. വൈ? ബിക്കോസ് ഈ 40 ക്വസ്റ്റ്യൻസിനും 40 ഫിക്സഡ് ആൻസേഴ്സ് ഉണ്ട്. സോ മാർക്കിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല നമുക്ക്. We do not have negative scoring here, which means if you don't write the answer correct, you're just going to get 0. അത് മറ്റുള്ള ആൻസറിനെ എഫക്ട് ചെയ്യുന്നില്ല. നെഗറ്റീവ് ക്വസ്റ്റനിങ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണത്. ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എഴുതിയ ഇതുപോലും തെറ്റാൻ ചാൻസ്, അത് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഈ 40, അതുകൊണ്ട് തന്നെ 40 ക്വസ്റ്റ്യൻസും 40 ഫിക്സഡ് ആൻസേഴ്സും ഉണ്ട്. സോ ഒരു ആൻസർ നിങ്ങൾ എഴുതിയില്ല അല്ലെങ്കിൽ എഴുതിയത് തെറ്റാണെങ്കിൽ അവിടെ 0. സോ ഔട്ട് ഓഫ് 40, അതിനുശേഷമാണ് അവർ ബാൻഡ് സ്കോറിലേക്ക് ഇടുന്നത്. സോ ഔട്ട് ഓഫ് 40 they are going to assess your score. And another important thing, സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് മാർക്ക് പോകും. സ്പെല്ലിംഗ് കൂടെ കറക്റ്റ് ആയിട്ട് എഴുതിയാലാണ് ലിസ്ണിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും നമുക്ക് ആ ആൻസറിന് പ്രോപ്പർ സ്കോർ കിട്ടുള്ളൂ. സോ ലിസ്ണിംഗ് റീഡിംഗ് ഫിക്സഡ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് എന്ന് നമുക്കൊരു വിധത്തിൽ പറയാം. And the final 2 modules, writing and speaking. So writing, speaking considered to be not scripted because we have our own freedom to write and speak. Accordingly, they are going to assess. So of course, there are criteria. As per the criteria, they are going to assess our performance. So writing again 60 minutes വരുന്നുണ്ട്. 2 tasks ആണ്. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് ലിസ്ണിംഗിൽ 4 സെക്ഷൻ, റീഡിംഗ് വരുമ്പോൾ 3 സെക്ഷൻ, റൈറ്റിംഗ് വരുമ്പോൾ അഗെയിൻ 2 tasks ഉള്ളൂ. 2 tasks. 2 റൈറ്റിംഗ് ടാസ്ക്സ് ആണ് 60 minutes. സോ ആദ്യത്തെ ടാസ്കിന് 20 minutes ഉള്ളൂ. Listen to me carefully. Out of 60, 20 minutes for task 1. And task 2 ആണ് remaining 40 minutes. സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യെസ്, ദാറ്റ്സ് റൈറ്റ്. നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടാസ്ക് 2ലാണ്. അത് വിചാരിച്ച് ടാസ്ക് 1 ഇമ്പോർട്ടൻറ്റ് അല്ല എന്നല്ല. ഇറ്റ്സ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. But we need to be more careful and we have to be more creative when we write task 2, which is essay. So task 1 എന്ന് പറയുന്നത് നമുക്കൊരു വിഷ്വലി ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷനോ ഇമേജോ ഗ്രാഫോ ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് തന്നിരിക്കുന്ന ആ ഒരു വിഷ്വൽ ഇൻഫർമേഷനെ നമ്മൾ വേർഡ്സ് ആക്കി ഒരു റിപ്പോർട്ട് പോലെ എഴുതണം. അതാണ് ടാസ്ക് 1. Just 20 minutes. And at least 150 words എഴുതാനാണ് അവർ പറയുന്നത്. ഇവിടെ മിനിമമോ മാക്സിമമോ അല്ല പറയുന്നത്, at least, which means they are expecting us to write at least 150 words.
ആൻഡ് ടാസ്ക് 2 എന്ന് പറയുന്നത് essay ആണ്. അവരൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. We have to write essay. And there are types of essay which I will be discussing in coming videos. So types of essay ഉണ്ട്. ഏതെങ്കിലും ഒരു type of essay ആണ് നമുക്ക് വരാൻ പോകുന്നത്. So 40 minutes for writing the essay, and they are expecting us to write at least 250 words. Count ചെയ്യും. For sure, we may think that, okay, they are not going to count. Yes, of course they are going to count. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതരുത്. പാരഗ്രാഫ് തിരിച്ചിട്ട് ഫുൾ സെന്റൻസ് ആയിട്ട് വേണം എഴുതാൻ. 2 ടാസ്ക് ആണെങ്കിൽ. ബിക്കോസ് വി മേ ഹാവ് ടെൻഡൻസി ടു റൈറ്റ് വിത്ത് ദി അഡ്വാൻറ്റേജസ് ഓഫ് ദിസ്. പോയിന്റ് സ്റ്റാർ ഒക്കെ ഇട്ട് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് അലൗഡ്. ദേ വോണ്ട് ഈവൻ ചെക്ക് ദോസ്. ആൻഡ് സ്പീക്കിംഗ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. സ്പീക്കിങ്ങിന് 3 സെക്ഷൻസ് ഉണ്ടെങ്കിലും the total duration is just 11 to 14 and the final test. 3 sections, total duration 11 to 14 minutes. So ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇന്റർവ്യൂ, വിച്ച് മീൻസ് നമ്മൾ ആ ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളെയാണ് എക്സാമിനർ എന്ന് പറയുന്നത്. അവരായിരിക്കും നമ്മളെ അസസ് ചെയ്യുന്നത്. സോ ആ എക്സാമിനർ ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് ആണ് കേട്ടോ. സോ ആദ്യം തന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഒരു സ്ട്രേഞ്ചർ ആണല്ലോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ ദേ ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ്. ദേ മേ ആസ്ക് us to introduce ourselves, and then the section starts. സോ ആ ഒരു ഫസ്റ്റ് മുതലേ അവർ അസസ് ചെയ്യുന്നുണ്ട്. ഈവൻ വെൻ ദേ ആർ explaining everything, the moment we enter into the hall, but we are going to have the speaking test, ആ ഒരു ടൈം മുതൽ, ആ ഒരു മൊമെന്റ് മുതൽ അസസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ പാർട്ട് 1 എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they are going to ask you some questions, general questions on familiar topics. ചിലപ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം, നമ്മുടെ ഫാമിലിയെ പറ്റി ചോദിക്കാം. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓർ സംടൈംസ് they might ask us. ശരിക്കും നമ്മളൊരു സെലിബ്രിറ്റി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നൊക്കെ പോലെ തന്നെയും ഇരിക്കും ഏകദേശം. നമ്മുടെ ഫേവറേറ്റ് കളറിനെ പറ്റി ചോദിക്കാം, നമ്മുടെ ഫേവറേറ്റ് അഡ്വർടൈസ്മെന്റ്. സോ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവര് ആദ്യത്തെ പാർട്ടിൽ ചോദിക്കുന്നത്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 to 5 minutes ആണ്. ജസ്റ്റ് 4 to 5. ഔട്ട് ഓഫ് 11 to 14, ഫസ്റ്റ് പാർട്ട് വിൽ ബി ഫസ്റ്റ് പാർട്ടിന് 4 to 5 minutes ആയിരിക്കും. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലോങ് റൺ ആണ് അതിന് പറയാ. ബട്ട് ജസ്റ്റ് 3 minutes ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് ലോങ് റൺ എന്ന് പറയുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. ഐ വിൽ എക്സ്പ്ലെയിൻ. സോ 3 minutes ആണ് നമുക്ക് ഈ പാർട്ട് 2-നുള്ളത്. സോ ആദ്യത്തെ ആ ഒരു 4 to 5 minutes ആ ഇൻട്രൊഡക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ അവരൊരു ക്യൂ കാർഡ് തരും. ആ ക്യൂ കാർഡിൽ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി പറയേണ്ട 3 പോയിന്റ്സ് അവർ തന്നിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ പോയിന്റിനെ പറ്റി പറയണം എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. അത് പ്രിപ്പയർ. അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു, വിച്ച് മീൻസ് അവരും സംസാരിക്കുന്നു, നമ്മളും സംസാരിക്കുന്നു. They are asking questions and we are just responding to their questions. സോ ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി അവർ സൈലന്റ് ആയിരിക്കും. നമ്മൾ മാത്രമായിരിക്കും ആക്റ്റീവ്. അപ്പൊ ഒരു ക്യൂ കാർഡ് തരുന്നു. ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു 1 minute മാത്രമേ കിട്ടുന്നുള്ളൂ. 3 minutes ആണ് ടോട്ടൽ ഡ്യൂറേഷൻ ഈ ഒരു പാർട്ടിന്. സോ ജസ്റ്റ് 1 minute ടൈം ഫോർ ദ പ്രിപ്പറേഷൻ. 1 minute എന്നൊക്കെ പറഞ്ഞാൽ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ തീരുമായിരിക്കും. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന്. ഭയങ്കര വലിയ ഇന്റർനാഷണൽ ടോപ്പിക് ഒന്നും അല്ല, കുഞ്ഞു ടോപ്പിക്കുകളൊക്കെയാണ്. ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് ക്യൂ കാർഡിൽ തരുന്നത്. സോ അതിനുശേഷം 2 minutes ആണ് പ്രസന്റേഷൻ ടൈം, വിച്ച് മീൻസ് അവർ സ്റ്റാർട്ട് പറയുന്നു, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ സ്റ്റോപ്പ് പറയുന്നത് വരെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇതിന്റെ ലോങ് റൺ. 3 minute ഉള്ളെങ്കിൽ ഇതിനെ ലോങ് റൺ എന്ന് പറയാൻ കാരണം. Till they say stop, we should complete. അപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ട് തീർന്നു, ഇറ്റ്സ് യെസ് സർ, യെസ് മാം, ഡൺ, ഐ എം ഡൺ വിത്ത് ദ ടോപ്പിക് എന്നൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, മാർക്കിനെ ബാധിക്കുന്ന മാത്രം. സോ till they say stop, we have to speak. That's why it is called long run. അത് കഴിഞ്ഞ് അഗെയിൻ പാർട്ട് 3 എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. ഇറ്റ്സ് കോൾഡ് ഡിസ്കഷൻ.
എന്താന്ന് വെച്ചാൽ അഗെയിൻ 4 to 5 minutes ആണ് കേട്ടോ. പാർട്ട് 1ഉം 3ക്കും സെയിം ടൈമിംഗ് ആണ്, 4 to 5 minutes. So what we have to do is, നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ പാർട്ട് 2ല്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് പാർട്ട് 3ല്. They are going to ask questions and we are having a discussion. സോ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാത്രമല്ല, ഒരു ഡിസ്കഷൻ ആയിരിക്കും. അവർ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ കാര്യങ്ങൾ പറയുന്നു, ഒരു ഡിസ്കഷൻ. ചിലപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ അതിൽ എഗ്രി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വ്യൂസ്, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഏതൊരു പോയിന്റ് അവർക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ. സോ വി ക്യാൻ എക്സ്പെക്ട് ദ സെയിം. സോ ദ മെയിൻ തിങ് ഇസ് ദ ടോപ്പിക് അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് ദ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് 2ല് പ്രസന്റ് ചെയ്ത് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. Again, you are going to get 4 to 5 minutes here. So this is what happens in speaking test. 3 sections, part 1, introduction and interview, long run and discussion. So ഇത്രയാണ് ഈ ഒരു IELTSന്റെ കലാപരിപാടികൾ. പിന്നെ വേറെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ 2 ടൈപ്സിൽ ഉണ്ട്. നമുക്ക് ഇപ്പം ഒരുപാട് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. IELTS കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ഡെലിവേർഡ് ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, സ്ട്രക്ചർ വൈസ് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. എനിവേ, ദിസ് ഇസ് അബൌട്ട് IELTS. ഞാൻ ജസ്റ്റ് ഒരു 100%, ഒരു 10% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. I have just squeezed all the points to make you understand, especially if you're a beginner, just to understand what really happens in IELTS. ഓരോ മോഡ്യൂളിനെ പറ്റി വഴിയെ പറഞ്ഞു. So that's all. Thank you so much for watching the video.